ഇവിടെ വിവാഹം കഴിക്കാൻ പലർക്കും സന്നദ്ധരല്ല. എന്നാൽ ജോലിക്ക് പോകാൻ സന്നദ്ധരാണോ? അതെ, ഞാൻ സന്നദ്ധരാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങളുടെ ജോലി അടിമത്തമല്ലേ? അടിമത്തമല്ലേ എന്ന് പറയാൻ കാരണം, നിങ്ങൾക്കൊരു ബോസ് ഉണ്ടല്ലോ. ആ ബോസ് നിശ്ചയിക്കുന്ന സമയത്താണ് നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുന്നത്. അയാൾ നിശ്ചയിക്കുന്ന വേഷവിധാനങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നത്, ആ ക്രൈറ്റീരിയയിലൂടെ മുന്നോട്ട് പോകുന്നത്. അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. മറിച്ച് വിവാഹം എന്നാൽ അടിമത്തമാണ്. നിങ്ങളുടെ ഉമ്മ അടിമയാണോ? നിങ്ങൾ വെറുതെ ആലോചിക്കുക, നിങ്ങളുടെ ഉമ്മ അടിമയാണോ? അല്ല. ഇത്തരം ചിന്താഗതികളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഫെമിനിസങ്ങളെ, ആ ആശയങ്ങളെ മനസ്സിലാക്കുകയും, വിവാഹം എന്നത് എൻ്റെ റബ്ബിൻ്റെ ചര്യയാണ്, ആ ചര്യ ഞാൻ സ്വീകരിച്ചാൽ ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ ദാസിയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ്. വിവാഹം കഴിക്കാതിരിക്കുക എന്നുള്ളത് അത് ഫെമിനിസ്റ്റുകളുടെയും ലിബറലുകളുടെയും ചിന്തയാണ്. ആ ചിന്ത ഞാൻ സ്വീകരിച്ചാൽ ഞാൻ ആരുടെ ഇംഗിതങ്ങൾക്കാണ് വഴങ്ങുന്നതെന്ന് വെറുതെ ആലോചിക്കുക. ഏറ്റവും മനോഹരമായി വിവാഹം എന്ന ഇസ്ലാമിലെ സുന്ദരമായ സുദൃഢമായ ആ ബന്ധത്തെയും കരാറിനെയും അതിൻ്റെ പവിത്രതയോടുകൂടി പരിഭാവനത്തോടുകൂടി നോക്കിക്കാണുകയും അത് ഏറ്റവും മനോഹരമായ കാര്യമായി മനസ്സിലുറപ്പിക്കുകയും അതിലേറ്റവും മനോഹരമായി സമാധാനം കണ്ടെത്താൻ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിവാഹം എന്ന വിഷയത്തെക്കുറിച്ച്, അതിൻ്റെ ചില പൊതുധാരകളെക്കുറിച്ച് തിരുത്തുക എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടത്. ഇസ്ലാമികമായി വിവാഹം എന്നുള്ളത് അതിപ്രധാനമായ പരിഭാവനമായ ബന്ധമാണ് എന്ന് വിശ്വാസികളായ നമ്മുടെ മനസ്സിൽ ആത്യന്തികമായ ചിന്തയുണ്ടാകണം. എന്നാൽ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ പല ആളുകൾക്കും വിവാഹം കഴിക്കാൻ പേടിയാണ്. അത് ഇതുവരെ പരിചയമില്ലാത്ത ഒരാളെ എങ്ങനെ പെട്ടെന്ന് വിവാഹം കഴിക്കും എന്ന പേടിയല്ല, മറിച്ച് ഗാമോഫോബിയ എന്ന പേരിൽ ഒരു ഫോബിയ തന്നെ ഈ വിഷയത്തിലുണ്ട്. അത് സൊസൈറ്റി നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ബയാസാണ്. എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചാൽ ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തീരും, അടിമത്തമായിത്തീരും, അത് വലിയ അടുക്കളക്കുള്ളിൽ ഒതുങ്ങേണ്ട ഒരാളല്ല സ്ത്രീ, തുടങ്ങിയ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് സൊസൈറ്റി ഇങ്ങനെ, അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകളും ലിബറൽ ചിന്താഗതിക്കാരും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് നിരന്തരം ഇട്ടുകുത്തുന്ന ഒരുപാട് ഇഞ്ചക്റ്റ് ചെയ്യുന്ന വിഷയങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ കാണുന്ന കുറേ വാർത്തകളുണ്ടാവും. ഒരു 100 വിവാഹങ്ങളിൽ ഏതെങ്കിലും 1-2 വിവാഹങ്ങൾ ഡിവോഴ്സിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആ വിവാഹങ്ങളെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വിവാഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ജീവിതം ഇങ്ങനെ രൂപത്തിലൊക്കെ ആയിത്തീരും എന്നുള്ള ചിന്താഗതികൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തരുന്നു. അതേ സമയത്ത് അപ്പുറത്തൊരു മൈമൂനും ഫാത്തിമയും അല്ലെങ്കിൽ ഖദീജയും അബൂബക്കറും 40 കൊല്ലം സുന്ദരമായി വിവാഹജീവിതം മുന്നോട്ട് നയിച്ച വാർത്തകൾ അതൊന്നും നമ്മൾ എവിടെയും കാണൂല. അതൊന്നും ഇത് ഇട്ട് തരേണ്ട ആവശ്യം ഫെമിനിസ്റ്റുകൾക്കോ ലിബറൽ ചിന്താഗതിക്കാർക്കോ ഇല്ല എന്ന ബോധ്യവും നമ്മുടെ മനസ്സിലുണ്ടാവുക. ഒരുപാട് മുൻധാരണകൾ, വിവാഹം കഴിച്ചാൽ ഇങ്ങനെയാകുമെന്നുള്ള ആ ഒരു ബയാസ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇട്ടുവെച്ച് വൈവാഹിക ജീവിതത്തിലേക്ക് ആരംഭിക്കുന്ന ഒരുപാട് ദാമ്പത്യങ്ങളാണ് തകർന്നടിയുന്ന കാഴ്ചകൾ നമ്മൾ കാണാറ്. നമ്മൾ ആലോചിക്കേണ്ടത്, ഇസ്ലാമിൽ എന്താണ് വിവാഹം? ഇസ്ലാമിൽ എന്തിനാണ് വിവാഹം കഴിക്കാൻ പറയുന്നത്? വിശുദ്ധ ഖുർആൻ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞൊരു വാചകം ആരംഭിക്കുന്നത് വമിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവാഹത്തെക്കുറിച്ച് പരിചയപ്പെടുന്നത്. ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്, അവൻ ഒരുക്കി വെച്ചതാണ്. എങ്ങനെയാണ്? നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ച അള്ളാഹുവാണ്. അള്ളാഹു നമ്മൾക്ക് നൽകിയ ഒരു ഇണയുണ്ട്. ആ ഇണയുമായിട്ട് ജീവിതം പങ്കിടുമ്പോൾ മാത്രമേ ലി തസ്കുനു ഇലൈഹ, നിങ്ങൾക്കതിൽ പരിപൂർണമായ സമാധാനം ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു നമ്മൾക്ക് നൽകുന്ന ഒരു പരിപൂർണമായ സമാധാനം, ജീവിതത്തിൻ്റെ സായുജ്യത, സംതൃപ്തി, ഇത് നമ്മൾക്ക് പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ സാധ്യമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിവാഹിതരാകണമെന്നാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. മീസാക്കൻ വലീല എന്ന വിശുദ്ധ ഖുർആനും ഹദീസുകളും വിവാഹത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി. ഇതൊരു സുദൃഢമായ കരാറാണ്. ഒരു വലിയ ബൃഹത്തായ വലിയ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു എഗ്രിമെൻ്റാണ് വിവാഹമെന്ന് ഇസ്ലാം പരിചയപ്പെടുത്തി. അല്ലെങ്കിൽ ഇസ്ലാം ലൈംഗികതക്ക് മാത്രമാണ് വിവാഹം കഴിക്കുന്നത്? ഒരിക്കലുമല്ല. ലൈംഗികമായ ശമനം അതിന് ഇസ്ലാം എവിടെയും അടിച്ചമർത്തിയിട്ടില്ല. അതിനെ കൃത്യമായി നിങ്ങൾ വഫീ ബുളൈ അഹദിക്കും സ്വതക്ക, നിങ്ങളുടെ വികാരം നിങ്ങൾ ശമിപ്പിക്കും, നിങ്ങൾക്ക് പുണ്യമുണ്ട്. എങ്ങനെയാണ് പുണ്യം? ഇസ്ലാം പഠിപ്പിച്ച ഹലാലായ രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഇണയുമായിട്ട് ഏർപ്പെടുന്ന ആ വികാര ശമനത്തിൽ നിങ്ങൾക്ക് പുണ്യമുണ്ട്, സ്വതക്ക
സദക്കയുടെ പ്രതിഫലമുണ്ട് എന്ന് ഇസ്ലാം നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടുന്നു. അതല്ലാത്ത മാർഗങ്ങളെല്ലാം ഇസ്ലാം അടച്ചു വെക്കുന്നു. പിന്നെ പാറി നടക്കും പറവകളൊന്നും വേലി കഴിക്കാറില്ലല്ലോ എന്നുള്ള വർത്തമാനങ്ങളെ ഇസ്ലാം ശക്തമായി കൊണ്ട് എതിർത്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ ഒരു സുരക്ഷ. നമ്മളൊക്കെ സമൂഹ ജീവികളാണ്, സാമൂഹ്യ ജീവിയാണ്, സൊസൈറ്റിയിൽ ജീവിക്കുന്നവരാണ്. ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്ന നമ്മൾക്ക് ഈ സമൂഹത്തോട് ബാധ്യതകളുണ്ട്, കടമകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, കടപ്പാടുകളുണ്ട്. ആ കടപ്പാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിൻ്റെ സുരക്ഷയാണ്. വരും തലമുറകളെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ഒരു പുരുഷനല്ലാത്തിടത്തോളം സ്ത്രീകൾക്ക് പുരുഷനേക്കാൾ അമിതമായി അള്ളാഹു കൊടുത്ത ഒരു അവയവം എന്ന് പറയുന്നത് അവൾക്ക് ഗർഭാശയമുണ്ട് എന്നുള്ളതാണ്. ഒരു സ്ത്രീ ജീവിതത്തിലെടുക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ഉത്തരവാദിത്വം അള്ളാഹു എന്നിലാണ് ഏൽപ്പിച്ചത്. അത് അള്ളാഹു എനിക്ക് നൽകിയ കഴിവാണ്, അള്ളാഹു എന്നിൽ അർപ്പിച്ച ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് ഞാൻ നിർവഹിക്കുക എന്നുള്ളത് എനിക്ക് സമൂഹത്തിന് ചെയ്തു കൊടുക്കേണ്ട അതിപ്രധാനമായ ഗൗരവപ്പെട്ട വിഷയമാണ് എന്ന ചിന്ത സഹോദരിമാരെ മനസ്സിലുണ്ടാകണം. കുടുംബം അത് ഏറ്റവും ഊഷ്മളമായ സംവിധാനമാണ്. ആ കുടുംബം ഉണ്ടാക്കിയെടുക്കാൻ അതിൻ്റെ ഏറ്റവും ചെറിയ അണു എന്ന് പറയുന്നത് അത് വൈവാഹിക ജീവിതത്തിലൂടെ ആരംഭിക്കേണ്ട ഭാഗമാണ് എന്ന മനസ്സിലുണ്ടാകണം. അള്ളാഹു നമ്മോട് പറയും, നിങ്ങൾക്ക് വിവാഹം നിങ്ങൾ കഴിക്കണം, നിങ്ങൾക്കതിൽ സമാധാനമുണ്ട്. ആ സമാധാനം ലഭിക്കണമെങ്കിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞ കുറേ ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയകളിലൂടെ മാത്രം നമ്മുടെ വിവാഹം മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾക്ക് ആ സമാധാനമുള്ളൂ. നമ്മൾ ആളുകൾക്ക് ആശംസകൾ നേരാറ് ഹാപ്പി മാരേജ് ഡേ എന്നല്ല, മറിച്ച് ഹാപ്പി മാരീഡ് ലൈഫ് എന്നാണ്. നിങ്ങൾക്ക് മനോഹരമായ ജീവിതം ഉണ്ടാകട്ടെ എന്നാണ്. നമ്മൾക്ക് നമ്മുടെ വിവാഹത്തിൻ്റെ ദിവസം മാത്രം സന്തോഷമുണ്ടായാൽ പോരാ, അതല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. മറിച്ച് ആ വിവാഹം കഴിഞ്ഞുള്ള ദിനരാത്രങ്ങൾ, ആ യുഗങ്ങൾ, ആ വർഷങ്ങൾ, ആ കാലങ്ങൾ അത് ഏറ്റവും മനോഹരമാകണം. അത് ഏറ്റവും മനോഹരമാകണമെങ്കിൽ വിവാഹം ആരംഭിക്കുന്ന ആദ്യഘട്ടം അതൊരു പെണ്ണ് ഒരു പുരുഷനെ കാണുന്നതാവട്ടെ, പുരുഷൻ സ്ത്രീയെ കാണുന്നതാവട്ടെ. റസൂലുള്ളാഹി പഠിപ്പിച്ചു, തുൻകഹുൽ മർഅതു ലി അർബഈൻ, 4 കാര്യങ്ങൾക്ക് വേണ്ടി ലോകത്ത് സ്ത്രീകൾ വിവാഹം ചെയ്യപ്പെടും. അതിൽ 4 കാര്യങ്ങൾ പറഞ്ഞു. അവരുടെ ഭംഗി കണ്ട്, അവരുടെ തറവാടിത്തം കണ്ട്, അവരുടെ സൗന്ദര്യം കണ്ട്, അവരുടെ ധനം കണ്ട്, അവരുടെ ദീന് കണ്ട്. ഫൾഫർ ബിദാത്തി ദീൻ, ദീൻ ഉള്ളവൾക്ക് നീ പ്രാധാന്യം കൊടുക്കണം. തെരിബത്തിയതാൽ, നിന്റെ കൈകൾ മണ്ണ് പുരണ്ടാലും ശരി. ഇത് സ്ത്രീകളോടും പറഞ്ഞു, സ്ത്രീകളുടെ ഉപ്പമാരോടും പറഞ്ഞു. നല്ല സ്വഭാവ ഗുണമുള്ള ദീനുള്ള ഒരാൾ നിങ്ങളുടെ വിവാഹം അന്വേഷിച്ചാൽ നിങ്ങൾ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണം. അള്ളാഹു അവർക്കുള്ള ധനം കൊടുത്തോളും, അള്ളാഹു അവർക്കുള്ള സമ്പത്ത് കൊടുത്തോളും, അള്ളാഹു അവർക്കുള്ള ധന്യത നൽകിക്കൊള്ളുമെന്ന് വിശുദ്ധ ഖുർആൻ ഓഫർ നൽകിയ ഭാഗമാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, എൻ്റെ വിവാഹത്തിൻ്റെ ആരംഭം അത് അള്ളാഹു പറഞ്ഞ ക്രൈറ്റീരിയ കൊണ്ടാണോ എന്ന് ആലോചിക്കുക. നമ്മൾ 100 വിവാഹങ്ങളിൽ ഒരുപാട് തൊലാക്കുകൾ കാണുന്നു. ആ തൊലാക്കുകളിൽ എവിടെയൊക്കെയോ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ ഇണകളിൽ എവിടെയൊക്കെയോ ആ വിവാഹത്തിൻ്റെ ആരംഭഘട്ടത്തിൽ സൂക്ഷിക്കേണ്ടതും നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടതുമായ ക്രൈറ്റീരിയകളിൽ ദീൻ കടന്നുകൂടാത്തതാണ് എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആ സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടാകുന്നത്, വിവാഹത്തിൻ്റെ അപജയങ്ങൾ ഉണ്ടാകുന്നത് എവിടെയൊക്കെയോ ദീനില്ലായ്മ കൊണ്ടാണ് എന്ന ബോധ്യം ഉണ്ടാകണം. ഇത് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആ വിവാഹത്തിൻ്റെ ദിവസം സകലമാന കോപ്രായങ്ങളിലൂടെയും അള്ളാഹു വെറുക്കുന്ന പരിപാടികളിലൂടെ അള്ളാഹു ഹറാമാക്കിയ ജീവിതത്തിൻ്റെ രീതികളിലൂടെ വിവാഹബന്ധം ആരംഭിച്ചാൽ അതിൽ അള്ളാഹു നമ്മൾക്ക് എവിടെയാണ് സമാധാനം നൽകുക എന്നാലോചിക്കണം. വിവാഹം നിങ്ങളുടേതാണ്, നിങ്ങളുടെ കുടുംബക്കാരുടേതല്ല, നിങ്ങളുടെ അമ്മായിയുടേതല്ല, നിങ്ങളുടെ നാട്ടുകാരുടേതല്ല. അവരെ സംതൃപ്തിക്ക് വേണ്ടി എല്ലാ കോപ്രായങ്ങൾക്കും അനുവാദം കൊടുത്ത് അവിടെയുള്ള മനുഷ്യർ ബാറകല്ലാഹു ലക് വ ബാറക അലൈക് വ ജമഅ ബൈനകുമാ ഫീ ഖൈർ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചതുകൊണ്ട്, അള്ളാഹുവേ നീ ഇവർക്ക് ബർക്കത്ത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹ് ബർക്കത്ത് നൽകാൻ തടസ്സമാക്കി നിൽക്കുന്ന സകലമാന കോപ്രായങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ദിവസത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു എവിടെ നിന്നാണ് ബർക്കത്ത് ചൊരിഞ്ഞു തരിക എന്നാലോചിക്കണം. നമ്മളെ കണ്ടെത്തുന്ന ഇണ, അള്ളാഹുവേ നീ വെച്ച ക്രൈറ്റീരിയ മുഖാന്തരമാണ് ഞാൻ എൻ്റെ ഇണയെ കണ്ടെത്തിയത്. ഇനി ബാക്കിയെല്ലാം നിന്റെ കൈകളിലാണ്. ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഒരുമിപ്പിക്കണമേ അള്ളാഹുവേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കപ്പുറം വൈവാഹിക ജീവിതത്തിൽ ഭാര്യ ഭർത്തൃബന്ധം സുദൃഢമാകണം. ദിവസങ്ങൾ കഴിയുന്തോറും ആ ബന്ധം ഊഷ്മളമാകണം, ഏറ്റവും മനോഹരമാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ആദ്യ ഭാര്യ ഖദീജ ബീവി മരണപ്പെട്ട വർഷത്തെ സൂചിപ്പിക്കുന്നത് ആമുൽ ഹുസ്ൻ എന്ന് വിളിച്ചുകൊണ്ടാണ്. റസൂലുള്ളാഹി മരിക്കുന്നത് ആയിഷ ബീവിയുടെ മടിയിൽ കിടന്നുകൊണ്ടാണ്. ആയിഷ ബീവിയുടെ മടിയിൽ കിടന്ന് റസൂലുള്ളാഹി അബ്ദുറഹ്മാൻ സ്വഹാബി കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലെ അറാഖിൻ്റെ കൊള്ളിയിലേക്ക് റസൂൽ നോക്കിയിട്ടേ ഉള്ളൂ, നോട്ടം
ഒന്ന് പോയിട്ടേ ഉള്ളൂ. തൻ്റെ ഭർത്താവിൻ്റെ നോട്ടത്തിൻ്റെ ഉദ്ദേശം എന്ത് എന്ന് മനസ്സിലാക്കിയ ഭാര്യയുണ്ട്. ആ ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. നമ്മൾ ആലോചിക്കേണ്ടത് അത്രമേൽ മനോഹരമായ ദാമ്പത്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഖബറിൽ കിടക്കുന്ന നല്ല മനുഷ്യനോട് മലക്കൾ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, നൗമത്തിൽ അറൂസ്, നിങ്ങൾ മണവാളൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊള്ളുക. വിവാഹം ഇസ്ലാമിൽ അതിസുന്ദരമായ ഒന്നാണ്, അതിമനോഹരമായ ഒന്നാണ്. അത് വിവരിക്കാൻ സാധ്യമല്ലാത്ത, എങ്ങനെയാണ് പറയേണ്ടതെന്ന് പോലും അറിയാത്ത ഏറ്റവും മനോഹരമായ ഒരു ബന്ധമാണ്. ആ ബന്ധത്തെ തകർക്കുക. നിങ്ങൾ അടിമകളായി ജീവിക്കാൻ പാടില്ല. ഇവിടെ വിവാഹം കഴിക്കാൻ പലർക്കും സന്നദ്ധരല്ല, എന്നാൽ ജോലിക്ക് പോകാൻ സന്നദ്ധരാണോ? അതെ, ഞാൻ സന്നദ്ധരാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങളുടെ ജോലി അടിമത്തമല്ലേ? അടിമത്തമല്ലേ എന്ന് പറയാൻ കാരണം, നിങ്ങൾക്കൊരു ബോസ് ഉണ്ടല്ലോ. ആ ബോസ് നിശ്ചയിക്കുന്ന സമയത്താണ് നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുന്നത്. അയാൾ നിശ്ചയിക്കുന്ന വേഷവിധാനങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നത്, ആ ക്രൈറ്റീരിയയിലൂടെ മുന്നോട്ട് പോകുന്നത്. അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. മറിച്ച് വിവാഹം എന്നാൽ അടിമത്തമാണ്. നിങ്ങളുടെ ഉമ്മ അടിമയാണോ? നിങ്ങൾ വെറുതെ ആലോചിക്കുക, നിങ്ങളുടെ ഉമ്മ അടിമയാണോ? അല്ല. ഇത്തരം ചിന്താഗതികളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഫെമിനിസങ്ങളെ, ആ ആശയങ്ങളെ മനസ്സിലാക്കുകയും, വിവാഹം എന്നത് എൻ്റെ റബ്ബിൻ്റെ ചര്യയാണ്. ആ ചര്യ ഞാൻ സ്വീകരിച്ചാൽ ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ ദാസിയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ്. വിവാഹം കഴിക്കാതിരിക്കുക എന്നുള്ളത് അത് ഫെമിനിസ്റ്റുകളുടെയും ലിബറലുകളുടെയും ചിന്തയാണ്. ആ ചിന്ത ഞാൻ സ്വീകരിച്ചാൽ ഞാൻ ആരുടെ ഇംഗിതങ്ങൾക്കാണ് വഴങ്ങുന്നതെന്ന് വെറുതെ ആലോചിക്കുക. ഏറ്റവും മനോഹരമായി വിവാഹം എന്ന ഇസ്ലാമിലെ സുന്ദരമായ സുദൃഢമായ ആ ബന്ധത്തെയും കരാറിനെയും അതിൻ്റെ പവിത്രതയോടുകൂടി പരിഭാവനത്തോടുകൂടി നോക്കിക്കാണുകയും അത് ഏറ്റവും മനോഹരമായ കാര്യമായി മനസ്സിലുറപ്പിക്കുകയും അതിലേറ്റവും മനോഹരമായി സമാധാനം കണ്ടെത്താൻ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ലഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.